നമസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിൽ ചേർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും തള്ളി നടൻ ദേവൻ. ടിവികെയിൽ താൻ അംഗത്വമെടുത്തിട്ടില്ലെന്നും പാർട്ടി നേതാക്കളുമായി പ്രാഥമിക ഘട്ട ചർച്ചകൾ മാത്രമാണ് നടന്നതെന്നും ദേവൻ മറുനാടൻ മലയാളിയോട് നൽകിയ പ്രത്യേക പ്രതികരണത്തിൽ വ്യക്തമാക്കി. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ടിവികെയുടെ മുതിർന്ന നേതാക്കൾ തന്റെ വീട്ടിലെത്തി സംസാരിച്ചത്. കേരളത്തിൽ പാർട്ടിയെ നയിക്കാൻ താൽപര്യമുണ്ടെന്ന് അവർ അറിയിക്കുകയായിരുന്നു. എന്നാൽ പാർട്ടിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് ചില കൃത്യമായ ആവശ്യങ്ങളും നിലപാടുകളും താൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും ദേവൻ പറഞ്ഞു. ടിവികെ ജനറൽ സെക്രട്ടറി സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേവന്റെ വീട്ടിലെത്തി 3 മണിക്കൂറോളം വിശദമായ ചർച്ച നടത്തിയത്. കേരളത്തിൽ രാഷ്ട്രീയ സാന്നിധ്യം ഉറപ്പാക്കാൻ ശക്തനായ ഒരു നേതാവിനെ ആവശ്യമുണ്ടെന്ന് അവർ അറിയിക്കുകയായിരുന്നു. തമിഴ് സിനിമയിൽ വിജയ്ക്കൊപ്പം 5ഓളം ചിത്രങ്ങളിൽ വില്ലനായും പ്രധാന വേഷങ്ങളിലും അഭിനയിച്ച അനുഭവ സമ്പത്ത് ദേവനുണ്ട്. നായകൻ വിജയും വില്ലൻ ദേവനും തമ്മിലുള്ള പഴയ സൗഹൃദവും പരസ്പര ബഹുമാനവും ഈ രാഷ്ട്രീയ നീക്കത്തിന് പിന്നിലുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി വിജയെ ബോധ്യപ്പെടുത്തും. താൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളും ആവശ്യങ്ങളും പൂർണ്ണമായും അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം കേരളത്തിലെ പ്രധാന നേതാവായി ടിവികെയിൽ പ്രവർത്തിക്കാമെന്നാണ് ദേവന്റെ നിലപാട്. താൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ടിവികെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത ശേഷവും പാർട്ടി അധ്യക്ഷൻ വിജയുമായി നേരിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ. നിലവിൽ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചിട്ടില്ലെന്നും പുറത്തുവരുന്ന വാർത്തകൾ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നടി പ്രിയങ്ക വഴിയാണ് ടിവികെ നേതാക്കൾ തന്നിലേക്ക് എത്തിയത്. മുൻപ് ഒന്നിച്ച് പ്രവർത്തിച്ച പരിചയം വെച്ചാണ് പ്രിയങ്ക വഴി നേതാക്കൾ ബന്ധപ്പെട്ടത്. ചർച്ചകൾക്കായി ടിവികെ നേതാക്കൾ എത്തിയപ്പോൾ പ്രിയങ്കയും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും ദേവൻ വെളിപ്പെടുത്തി. ടിവികെയുടെ ഔദ്യോഗിക പതാക സ്ഥാപിച്ച കാറിലാണ് നേതാക്കൾ തന്റെ വീട്ടിലേക്ക് വന്നത്. പാർട്ടി കൊടിവെച്ച വാഹനം കണ്ട നാട്ടുകാരോ മറ്റോ വഴിയാണ് വിവരം പുറത്തായതെന്നും ഇത് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വാർത്തയായി പ്രചരിക്കാൻ കാരണമായതെന്നും ദേവൻ പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്കിടെ തന്നെ പൊന്നാട അണിയിച്ച് ആദരിച്ചിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും മര്യാദയുടെയും പരസ്പര ബഹുമാനത്തിന്റെയും ഭാഗമായി നടന്ന കാര്യമാണ്. ഇതൊരു പാർട്ടി പ്രവേശനത്തിന്റെ സ്ഥിരീകരണമല്ലെന്നും തമിഴ് സാംസ്കാരികമായ ഒരു നടപടി മാത്രമായിരുന്നു അതെന്നും അദ്ദേഹം വിശദീകരിച്ചു. പാർട്ടി അധ്യക്ഷൻ വിജയുമായുള്ള നിർണായക കൂടിക്കാഴ്ച സെപ്റ്റംബർ 10 ശേഷമായിരിക്കും നടക്കുക. തമിഴ്നാട് നിയമസഭാ സമ്മേളനം അവസാനിപ്പിച്ചതിനു ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച തിരുവനന്തപുരത്തോ ചെന്നൈയിലോ വെച്ച് നടക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു. വിജയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരളത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളെക്കുറിച്ചും തന്റെ ആവശ്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയിലെത്തും. അതിനുശേഷമേ ടിവികെയിൽ ചേരുന്ന കാര്യത്തിൽ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകൂ എന്നും ദേവൻ പറഞ്ഞു. തമിഴ്നാടിന് പുറമെ കേരളം, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പാർട്ടി രൂപീകരിക്കാനും സജീവമാകാനും വിജയ് ആലോചിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ സംഘടനാശേഷിയുള്ള ശക്തമായ നേതൃത്വത്തെ കെട്ടിപ്പടുക്കുകയാണ് ടിവികെയുടെ ലക്ഷ്യം. അടുത്തിടെ ബിജെപിയിൽ നിന്നും താൻ രാജിവെച്ച വാർത്ത അറിഞ്ഞപ്പോഴാണ് ടിവികെ നേതൃത്വം തന്നെ സമീപിക്കാൻ തീരുമാനിച്ചത്. ബിജെപി ബന്ധം വേർപ്പെടുത്തിയ സാഹചര്യത്തിൽ കേരളത്തിൽ പാർട്ടിക്ക് നേതൃത്വം നൽകാൻ ദേവൻ അനുയോജ്യനാണെന്നും അവർ കരുതുകയായിരുന്നു. ബിജെപിയിൽ സജീവമായിരുന്ന സമയത്തും ദേവനെ പാർട്ടിയിലേക്ക് പരിഗണിക്കാൻ വിജയ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ മറ്റൊരു പാർട്ടിയിൽ നിലനിൽക്കുന്നതിനാൽ അന്ന് സമീപിച്ചിരുന്നില്ല. ബിജെപിയിൽ നിന്നുള്ള രാജിക്ക് ശേഷമാണ് ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ടത്. നിലവിൽ അന്തിമ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ലെന്നും ബിജെപി രാജിക്ക് ശേഷമുള്ള രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന വേളയിലാണ് ഈ പ്രപ്പോസൽ വന്നതെന്നും ദേവൻ വ്യക്തമാക്കുന്നു.